ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത്, ഞാനിങ്ങനെ വീഡിയോ ദിവസേന ഇടാറുണ്ടല്ലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. കുറേ പേര് നല്ല കമൻറ്റ് ഉണ്ട്, എല്ലാം തന്നെ നല്ലതാണ്. എനിക്കങ്ങനെ നെഗറ്റീവ് കമൻറ്റ് അങ്ങനെ വരാറില്ല. ഏതായാലും ആ കമൻറ്റിനൊക്കെ എനിക്ക് മറുപടി തരണം നിർബന്ധമാണ്. അപ്പോൾ വീഡിയോ ഇതിലേക്ക് എഴുതുമ്പോൾ എനിക്ക് അതിന് തന്നെ മെനക്കെട്ട് പോകുക കേട്ടോ, എഴുതാൻ ഒരുപാട് സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനായിട്ട് ഒരു വീഡിയോ തന്നെ അങ്ങ് ചെയ്താൽ എന്താ. അപ്പോൾ ഈ അടുത്ത കാലത്തുള്ള കുറച്ച് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് അതിൽ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ എഴുതിയെടുത്ത് ഞാൻ നിങ്ങളെ മുമ്പിൽ വായിച്ചിട്ട് അതിന് മറുപടി പറയാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് വായിക്കട്ടെ. ഞാൻ മൊബൈലിൽ ഇങ്ങനെ നോക്കി വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് മറ്റേ ഫോണായതുകൊണ്ട് ശരിക്കും കണ്ണിനത്. അപ്പം ഞാൻ എഴുതിയെടുത്ത് കൊണ്ടുവന്നതാണ്. നമ്മൾ വായിക്കാം കേട്ടോ. നവീൻ, പിന്നെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കണ്ണട വെക്കണം കേട്ടോ, അല്ലാത്ത സമയത്ത് എനിക്ക് വെച്ചോണമെന്നില്ല. അതുകൊണ്ട് കണ്ണട വെക്കണം. അപ്പം ഞാൻ എഴുതിയെടുത്തതാണ്. അതിങ്ങനെ കമൻറ്റ് ഇങ്ങനെ എടുത്ത് കുറേ പേരുടെ ഞാൻ എഴുതിയെടുത്തത്. അപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ദിവസം ഞാനിത് പറയും കേട്ടോ. അപ്പം ഇന്നലെ കല്ലുമ്മക്കായ് നിറച്ചതിന് ഒരു മറുപടി ഒരാളത് മാത്രമേ അത് വായിക്കുന്നുള്ളൂ. അത് വൈഷ്ണവി എൻ്റെ സ്ഥിരമായിട്ട് ഷോർട്സ് ഇട്ടാലും ലോങ് ഇട്ടാലും വൈഷ്ണവി മോള് കാണും, അതിന് മറുപടി തരും. അപ്പോൾ വൈഷ്ണവി പറഞ്ഞാൽ എന്താ അറിയോ, കൃഷിയല്ല ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കും പോലും. ഞാൻ ഏത് കൃഷി ഇട്ടാലും ഇങ്ങനെ കാണിച്ചാൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ മടിയാന്ന്. വൈഷ്ണവി മക്കളെ കാര്യം എന്താ, ഫുഡ് ഉണ്ടാക്കാൻ മടിയാണെന്ന്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ വേറെയും പ്രശ്നമുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ മടിയും കൂടാതെ ഇത് കഴിക്കുമ്പോൾ അലർജിയുമാണെന്ന്. അങ്ങനെ കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ എന്നാലും അത് എഴുതിയല്ലോ കമൻറ്റ്, ഞാൻ ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയും. താങ്ക്സ് കേട്ടോ. ഇനി അടുത്തത് ചീരൻ്റെ വീഡിയോക്കാണ്. മിനി വ്ളോഗ് എഴുതിയത്. മിനി എവിടെ പോയാലും കണ്ണ് ചെടിയിലേക്കാണ് പോവുകയെന്ന്, എന്നെ പോലെ. അതുകൊണ്ട് എഴുതി എവിടെ പോയാലും ചെടിയിലേക്കാണ് പോവുക. പിന്നെ എന്നെ പോലെ തന്നെ ചിലരോട് ചോദിക്കും, ചിലർ കൊടുക്കും, ചിലർ കൊടുക്കില്ല. അങ്ങനെ പിന്നെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, എന്നാലും ചാക്കിലെങ്കിലും ഞാൻ നട്ട പോലെ ചാക്കിലെങ്കിലും നടുന്നു. അപ്പോൾ താങ്ക്സ് കേട്ടോ. അതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള കഴിവാണ് അത്. കാരണം ഓരോന്നിങ്ങനെ നട്ട് കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ ഞാൻ പോയി വാങ്ങുന്നത് വരെ ഞാൻ കാണിക്കലുണ്ട്. ഇനി അടുത്തത് സൗജ മോൾ എപ്പോഴും കമൻ്റ് ഇടുന്നതാണ്. അപ്പം ഫ്രൂട്ട്സ് പെട്ടി, മീൻ പെട്ടി, ഒരുവിധം പച്ചക്കറി, അതിലൊക്കെ പച്ചക്കറി നട്ടിട്ടുണ്ട് സൗജ മോള്. ഒന്നും കളയില്ല. അത് ശരിയാ. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കളയാൻ തോന്നൂല. കുറേ ചെടികളൊക്കെ ഉണ്ടാവും, വേഗം അതിലൊക്കെ നടുന്നുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞാൽ എന്താ അറിയാം, സൗജമോള് പറഞ്ഞത് നടുമ്പോൾ വൈകുന്നേരം നടാൻ നല്ലത്. അത് ശരിയാ മോളെ, വൈകുന്നേരം നല്ലത്. ഇപ്പം വൈകുന്നേരം ആയുമ്പോൾ ഒരു പ്രയാസം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്നില്ല, അതാണ്. പിന്നെ സൗജമോൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ രാവിലെ തന്നെ പണി തീർത്ത് വെക്കുന്നില്ലേ, നോമ്പായതുകൊണ്ട്. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് വളമിടുന്നതും നനക്കുന്നതും ചെടിയും പുതിയ ചെടി നട്ട് കുഴിച്ചിടുന്നതൊക്കെ വൈകുന്നേരം നല്ലത്. ശരി തന്നെ, അംഗീകരിച്ചു കേട്ടോ. താങ്ക്സ്. പിന്നെ അതിൽ ആസ്യ പറഞ്ഞാൾ എഴുതിയത് ചീര നട്ടു, പിന്നെ ചീര നടുകയും ചെയ്ത് വിളവെടുക്കുകയും ചെയ്ത്. അപ്പോൾ എൻ്റെത് കണ്ടിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് താങ്ക്സ്. ലവ് യു. എന്നോട് തിരിച്ച് ഞാനും ലവ് യു. പിന്നെ ഷാഹിന വീഡിയോ കണ്ടാൽ ആർക്കെങ്കിലുമൊക്കെ ഇനിയും അതെന്താണെന്നറിയാം സംഭവം. വീഡിയോ ഞാൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ആ ഒരു പെട്ടിയിലാണല്ലോ ഞാൻ നട്ടത്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ആ വീഡിയോ കണ്ടാൽ ആർക്കെങ്കിലുമൊക്കെ ഇനിയും വേസ്റ്റ് ഇടാൻ തോന്നുന്നു. അത് കൊണ്ടുവന്ന് ഇടാതിരിക്കട്ടെ, കാരണം ഇട്ടാൽ ഭയങ്കര പ്രയാസമാണ്. പെട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, 1 അല്ല 3 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഷിൻഫ. അതാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. കാരണം ഇംഗ്ലീഷിൽ എഴുതിയത് ഞാൻ മലയാളത്തിൽ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് എന്നോട് മലയാളത്തിൽ എഴുതി തരണം കേട്ടോ. എങ്ങനെ പേരിന് അങ്ങനെയാണ്, ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ വേറെ രീതി വായിച്ചു പോകും.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് അതുപോലെ ഉണ്ടാക്കി നല്ല പോലെ പിടിച്ചു എന്ന്. താങ്ക്സ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കാണിക്കുന്നുണ്ടല്ലോ. പോട്ടി മിക്സ് കാണിക്കുന്നുണ്ട്, പിന്നെ സിമൻറ്റ് ചാക്ക് എങ്ങനെയാണ് റൗണ്ടിലാക്കുന്നത് കാണിക്കുന്നുണ്ട്, സിമൻറ്റ് കിട്ടുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ടിട്ട് ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ അടുത്തത് ലൈല അഷ്റഫ്. എവിടെ പോയാലും പച്ചക്കറി നോക്കും, ചോദിക്കും, എന്നിട്ട് അത് വാങ്ങും പോലും. അപ്പം അത് കണ്ടിട്ട് മക്കൾ കളിയാക്കും. അത് ശരിയാ മോളെ, എൻ്റെ മക്കളും കളിയാക്കും. എന്നിട്ട് എന്നെ പോലെ തന്നെ എല്ലാ പാത്രത്തിലും നടുന്ന്. എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ ഇപ്പം എന്നെ പോലെ ആയിട്ടുണ്ട്. ചെടി ഭ്രാന്ത് വരെ ആവുന്നുണ്ട് ഓരോരുത്തർക്ക്. പിന്നെ അടുത്തത് സാജിദ ജലാൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഫാമിലിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ സാജിദൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല വേഷം, നല്ല സംസാരം. താങ്ക്സ് കേട്ടോ. പിന്നെ സാജിദ മോള് TTC BA എല്ലാം കഴിഞ്ഞതാണല്ലേ, ലിസ്റ്റിലുണ്ട്. ഇത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ നിന്ന് എടുക്കട്ടെ. ഇവിടെയൊക്കെ ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ കുറേ പേർ ലിസ്റ്റിലുണ്ട്, കാത്തു നിൽക്കുന്നവരാ. ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്നില്ലേ, ഇവിടെ വയനാട്ടിൽ പനമരത്ത് വരദൂർ സ്കൂളാണ്, AUP സ്കൂൾ വരദൂറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. PSC അല്ല, മാനേജ്മെൻറ്റ് സ്കൂളാണ്. പിന്നെ അടുത്ത ആള് റെഡ് മിൽജക്ക് എന്ന് ഞാനത് വായിക്കുന്നത്. വേറെന്താ വായിക്കാറുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. RED മിൽജക്ക് എന്താ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവരും കിട്ടുന്ന സ്ഥലത്തൊക്കെ കിട്ടുന്ന സമയത്തെല്ലാം കൃഷിക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. അത് തന്നെ എല്ലാവരെയും ഞാൻ കൃഷിയിലോട്ട് ഇങ്ങനെ ഇറക്കി എല്ലാവരെയും. പിന്നെ അടുത്ത് ഫാത്തിമ MK. 4 മാസമായിട്ടും കരിയില കമ്പോസ്റ്റ് ആയിട്ടില്ല, എന്താണ് കാരണം? അപ്പോൾ ഫാത്തിമ മോളെ, നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കരിയിലയിലേക്ക് നമ്മൾ കുറേ കരിയിലിട്ട് ഒരു ഇത്തിരി മണ്ണിടണം. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, അത് ചാണകം വെള്ളം പുളിപ്പിച്ചൊഴിച്ചാലും മതി. അത് കിട്ടാത്തത് കൊണ്ടാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ദിവസം ഇടുമ്പോൾ ഇടയ്ക്കൊരു മണ്ണും ഇടണം. എന്നിട്ട് കെട്ടി വെക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടുമ്പോൾ തുറന്ന് വീണ്ടും കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ 3 മാസം ആകുമ്പോൾ കരിയിലാവുമല്ലോ. മോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നോ? ഇനി അങ്ങനെ നോക്കണം കേട്ടോ. ആ കെട്ട് തുറന്നിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, താങ്ക്സ്. അടുത്ത രജനി. മത്തൻ, കുമ്പളം, കുക്കുംബർ എല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ പയറിലെ 2 പ്രാവശ്യം പറിച്ച് തോരൻ വെച്ചു എന്ന്. ഉഷാറൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ട്. ഇനി സാബി. എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഇഷ്ടമാണ്. ഒരു പെട്ടിയും നിങ്ങൾ കളയില്ലല്ലോ. അത് ശരിയാണ്, ഞാനൊന്നും കളയില്ല, കുപ്പി കളയൂല, അതൊക്കെ ഞാൻ കൃഷി എടുക്കും. ഇനി ഞാൻ അടുത്തത് വായിക്കട്ടെ. തക്കാളി നട്ട വീഡിയോ എൻ്റെതായിട്ടോ. സുബൈദ എറണാള് കമൻ്റ് ഇട്ടത്. എൻ്റെ കൃഷി ഭയങ്കര ഇഷ്ടം. പൊന്നാങ്കണ്ണി നട്ടു, നല്ല വെണ്ണം തഴച്ചു വളർന്നു എന്ന്. ടീച്ചർക്ക് അള്ളാഹു ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സൊക്കെ തരട്ടെ, ആമീൻ. അത് പിന്നെ എൻ്റെത് കണ്ട് അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. പൊന്നാങ്കണ്ണി നല്ലതാ, കണ്ണിന് നല്ലതാ. ഇനി അടുത്തതിൻ്റെ പേരാണ് ഇപ്പോൾ സ്മൈലിംഗ് എന്നൊക്കെ ഞാനത് വായിക്കുക. സ്മൈലിംഗ് ലൈക്ക് എന്നൊക്കെ ആണെങ്കിലൊന്ന് പറയണം കേട്ടോ. പറഞ്ഞത് സൂപ്പർ ഉമ്മ, താങ്ക് യു. പിന്നെ അടുത്ത സന്ധ്യ KD. എൻ്റെ വീഡിയോ കണ്ടിട്ട് കൃഷി ചെയ്യാൻ കൊതിയാവുകയാണ്. കുറേ പേരെ കൃഷിയിലോട്ടേക്ക് ഞാനിങ്ങനെ കാന്തം പോലെ ആകർഷിച്ചിട്ടുണ്ട്. ശരിയാണത്, എത്രയോ പേര്. പിന്നെ ലിസി ജോസഫ്. 4 ചാക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉമ്മാക്ക് താങ്ക്സ്. എന്നിട്ട് എന്തായി? 4 ചാക്കും കമ്പോസ്റ്റ് ആയോ? മാസങ്ങളൊക്കെ ആയോ? പറയണേ. പിന്നെ ഷിഹാബ് പാലോട്. എൻ്റെ വീഡിയോ കണ്ട് പ്രചോദനമായി കൃഷി ചെയ്യാൻ തുടങ്ങി. ഷിഹാബ് പാലോട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ID പേരായിരിക്കും, വൈഫായിരിക്കും ചെയ്യുന്നത്. കൃഷി താങ്ക്സ് കേട്ടോ. ഇനി അടുത്ത ലുബൈന ഷെരീഫ്. തക്കാളി തല കീഴായി നട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ നടുന്നുണ്ട്. തക്കാളി തല കീഴായി വെക്കുക അല്ലേ, കുപ്പിൻ്റെയോ അല്ലെങ്കിൽ പോട്ടിലോ ഒക്കെ തല കീഴായി വെച്ചാൽ ഇങ്ങനെ നല്ല ശക്തിയിൽ വളരും. അത് ശരിയാണ്. ഞാൻ അങ്ങനെ ഒന്ന്
നടണം എന്ന് വിചാരിച്ച് ഉണ്ട് ഞാൻ. അങ്ങനെ എൻ്റെ തക്കാളി അതിൽ നടണമെങ്കിൽ തക്കാളി തൈ കുറച്ച് വലിപ്പമുള്ളതായിരിക്കണം. എൻ്റെ തക്കാളി വലിപ്പമുള്ളതുണ്ട്, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഞാനത് നടണം എന്നുണ്ട്. പിന്നെ അടുത്തത് മൈന എന്താ ഇപ്പം പേര്, MINA. എൻ്റെ വീഡിയോ കണ്ട് തക്കാളി നട്ട് നല്ലതുപോലെ കഴിച്ചു, താങ്ക്സ് കേട്ടോ. പിന്നെ ഹസീന, തക്കാളി നല്ല വിത്ത് എവിടുന്ന് കിട്ടും? നല്ല വിത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് തക്കാളി വാങ്ങുമ്പോൾ പഴുത്ത തക്കാളിയൊക്കെ ഉണ്ടാവരെ, അത് ചീഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ കറിക്ക് മുറിച്ചിടുമ്പോൾ അതിന് കുറച്ച് വിത്ത് ഉള്ളിൽ കൈയിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പാകിയാൽ നല്ല വിത്ത് നല്ല ശക്തിയിൽ മുളക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റൊക്കെ ഇടുന്നവരാണെങ്കിൽ കമ്പോസ്റ്റ് തന്നെ മുളക്കുമല്ലോ. എൻ്റെ ഫുള്ള് അങ്ങനത്തതാ. പിന്നെ തക്കാളി തയ്യും ചീര തയ്യും ഒക്കെ അങ്ങനെ മുളച്ചതാണ്. അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നഴ്സറി പോയാൽ നല്ല കിട്ടും. പിന്നെ അടുത്ത വൈഷ്ണവി തന്നെ, ഉമ്മ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന്. വൈഷ്ണവി മോളെ, ഈ പ്രായത്തിലാണോ ഞാൻ സുന്ദരിയായത്? ഇനി അടുത്തത് മുർഷിദ് മുഹമ്മദോ കേട്ടാണ് മനസ്സിലായത് എനിക്ക്. അങ്ങനെ മുർഷിദ് എന്ന് കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം, ഒരു വലിയ സിമൻറ്റ് ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാക്ക് എടുക്കുക, അല്ലെങ്കിൽ വലിയ ടിന്ന് എന്തെങ്കിലും ആയാലും മതി. എടുത്തിട്ട് അതിൽ നിറയെ കരിയില കുത്തി നിറക്കുക. എന്നിട്ട് കുറച്ച് മണ്ണിടുക. അടുക്കളയിൽ മുറിച്ചിട്ട വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, പച്ചക്കറിയൊക്കെ, ഫുഡ് വേസ്റ്റ് തൊടരുതേ, അതിലിട്ട എലി പെരിച്ചായി വന്നളിയും. എന്നിട്ട് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇട്ടിട്ട് അങ്ങനെ ദിവസേന കഴിഞ്ഞ് ചാക്ക് നിറഞ്ഞ് കെട്ടി വെച്ചാൽ ഒരു 3 മാസമാകുമ്പോൾ നല്ല കരിയില കമ്പോസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാം എൻ്റെ വീഡിയോയിലുണ്ട്, അത് എൻ്റെ ചാനലിലുണ്ട്. ഇനി അടുത്ത ജെസ്സി, നല്ല രസമാണ് ഉമ്മയുടെ കൃഷിപ്പണി കാണാൻ. തക്കാളിപ്പെട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ തക്കാളിപ്പെട്ടിയിലാണല്ലോ നട്ട്. പെട്ടിയും തക്കാളി കൃഷി ഇതാദ്യമാണ്. ഞാനും ചിരിച്ചു ആ കമൻറ്റ് കണ്ടപ്പോൾ. തക്കാളിപ്പെട്ടിയിൽ തക്കാളി നടുന്നത് ആദ്യമാണ്. ശരിയാ. ഇനി അടുത്ത് റഹ്മത്ത് സി, എൻ്റെ കൃഷി കണ്ട് റഹ്മത്തും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ കരിയില കണ്ടാൽ സന്തോഷമാണ്. അത് ശരിയാ, കുറേ പേർക്ക് അങ്ങനെയാ. രാവിലെ എഴുന്നേറ്റ് ഇവരെ പണ്ടൊക്കെ അടിച്ചു വരാൻ മടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം രാവിലെ എണീറ്റ് മുറ്റത്ത് കരിയിലൊക്കെ കാണുമ്പോൾ ഒരു വിധം കൃഷിക്കാർക്കൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അത് അടിച്ചു വാരി ചാക്കിലാക്കിയിട്ട് കൃഷി നടാൻ. അപ്പോൾ താങ്ക്സ് കേട്ടോ. ഇനി അടുത്ത് ഫൗസിയ, ഇത്ത പറഞ്ഞ പോലെ പ്ലാവില കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് തക്കാളി നട്ടു വിജയിച്ചു. അത് വിജയിക്കും. പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് ഏത് വിത്തിട്ടാലും നല്ല അടിപൊളിയായിട്ട് മുളക്കും. ഞാനത് കാണിച്ചു തന്നിരുന്നല്ലോ. പിന്നെ ഷാഹിന PT, ഓരോ ദിവസവും ഓരോ ഡ്രസ്സാണല്ലോ, സൂപ്പർ. ഇതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അടിപൊളി ഡ്രസ്സൊന്നും കൃഷി എടുക്കുമ്പോൾ ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ കൃഷിപ്പണിയല്ലേ കാണിക്കുന്നത്, മണ്ണെടുക്കുന്നത്, കരിയില കമ്പോസ്റ്റ് ഇടുന്നത്. ഇനി ജയന്തി ചെന്നൈയിൽ നിന്ന്, ജയന്തി സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. എൻ്റെ റോക്കറ്റ് സ്പീഡിൽ കേൾക്കാൻ നല്ല രസമാണ്. താങ്ക്സ് കേട്ടോ ജയന്തി. ഞാൻ വായിച്ചു കേട്ടോ. ജനാർദ്ദനൻ എന്നുള്ള ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും അല്ലേ. അടുത്ത് സൗജത്തനെ, ഞാൻ തക്കാളി നട്ടത് ഇങ്ങനെ കൂടുതൽ ഭാഗം തണ്ടിൻ്റെ ഭാഗം മണ്ണിൻ്റെ അടിയിലേക്കാക്കി ചെരിച്ചൊക്കെ അല്ലേ നട്ടത്. ഇപ്പോൾ സൗജമോള് പറയുന്നത് പപ്പായയും ഞാൻ അങ്ങനെയാണ് നടാറ്. ആ പപ്പായ അങ്ങനെയല്ല, ഒരുവിധ ആൾക്കാർ നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ് കേട്ടോ. പിന്നെ ഹിബ നജിമത്ത്, ഉമ്മാൻ്റെ വീഡിയോ ആരാണ് എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ മോൻ ഇവിടെ ഉണ്ട്. ദുബായിൽ നിന്ന് വന്നൊക്കെ ഞാൻ കാണിച്ചതാണല്ലോ. അപ്പോൾ മോൻ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് എഡിറ്റ് ചെയ്യും. അവർ രണ്ടുപേരും ഇപ്പോൾ സ്ഥലത്തില്ലെങ്കിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. ആദ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ശ്രീദേവി ഗോപാൽ, പൂനെ എന്നാന്ന് തോന്നുന്നുണ്ടല്ലേ. ഉമ്മാനെ ഒരുപാട് ഇഷ്ടം. അപ്പം പൂനെ നിന്നൊക്കെ നമുക്ക് ആൾക്കാരുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്, ചെന്നൈയിൽ നിന്നുണ്ട്. താങ്ക്സ് കേട്ടോ ശ്രീദേവി. ഞാൻ അടുത്ത് വായിക്കട്ടെ. പൂക്കൾ നടുന്ന വീഡിയോ ഒക്കെ ഇല്ല കേട്ടോ. സക്കീന സിദ്ദീഖ്,
കരിയില കാണുമ്പോൾ ടീച്ചറെ ഓർമ്മ വരുമെന്ന്. കുറേ പേർക്ക് എന്നെ കരിയില കണ്ട ഓർമ്മ വരും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് എവിടെയെങ്കിലും എന്നെ കണ്ടാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നെ പരിചയമുള്ളവർ. അന്നേരം അവരെന്നോട് പറയും ആ കരിയില കെട്ടിവെച്ചിന്, കുറേ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ഒരു ആളെന്നോട് പറഞ്ഞതാട്ടോ, ഗൾഫിൽ നിന്ന് മോൻ വന്നപ്പം ഉമ്മാനോട് പറഞ്ഞു പോലും ഈ കൊല്ലം കുറേ അടക്ക കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. കാരണം എന്താ, ചാക്കിൽ ഇങ്ങനെ കെട്ടിവെച്ചത് അടക്ക എന്നാ വിചാരിച്ചേ, നോക്കും അത് കരിയിലയാ. അങ്ങനെയൊക്കെ ഉണ്ട്. കരിയില ഒരുവിധം എല്ലാവരും. പിന്നെ എന്ന് പറഞ്ഞാൽ കരിയില ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് വളമായി പൈസ കൊടുത്ത് വളം വാങ്ങണ്ട, വീടും പരിസരവും നല്ല വൃത്തിയായില്ലേ. എഴഞ്ഞു പോകുന്ന ജന്തുക്കളെ കാണാണ്ട മക്കൾ നടന്ന് പാമ്പങ്ങാൻ കടിച്ചാലോ അതൊക്കെ ഒരു പരിഹാരമല്ലേ അത്. അപ്പം താങ്ക്സ് കേട്ടോ, എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഇനി ലൈല അഷ്റഫ്, സ്കിപ്പ് ചെയ്യാതെ കാണും, നല്ല രസാ വീഡിയോ കാണാൻ, താങ്ക്സ് കേട്ടോ. പിന്നെ ബിജു അനിലാണോ അല്ലെ ബിജുസ് അനിലാണോ അങ്ങനെയാണ് വായിക്കുക. ടീച്ചറെ ഞാനൊരു അവർ പറഞ്ഞ കമൻറ്റ് എന്താണെന്നറിയോ, ടീച്ചറെ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ടീച്ചറുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും വളരെ ഇഷ്ടമാണ്, താങ്ക്സ് കേട്ടോ. പിന്നെ ശ്രീലത മേനോൻ, ഉമ്മയുടെ സംസാരം കേട്ടാൽ എങ്ങനെ സ്കിപ്പ് ചെയ്യാനാവുമെന്ന്. ഞാൻ എൻ്റെ സാധാ പറയുമ്പോൾ എന്നും ഞാൻ ചേർത്തോ അഭിനയിച്ചോ പറയുന്നതല്ല, ഞാൻ അങ്ങനെ അങ്ങ് പറയാന്നേ ഉള്ളൂ, ഇതന്നെ എൻ്റെ സംസാരം. അപ്പോൾ താങ്ക്സ് ശ്രീലത മേനോൻ. ഇനി റിദ ഫാത്തിമൻ്റെ അമ്മായിക്ക് എൻ്റെ വീഡിയോ വിട്ടുകൊടുത്തു, താങ്ക്സ് കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, താങ്ക്സ് കേട്ടോ. അമ്മായി ഒരു കൃഷിക്കാരിയാണെന്ന്, കൃഷിക്കാരി അങ്ങനെ തന്നെ കേട്ടോ, കുറേ കൃഷിക്കാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വീഡിയോ വിടുന്നുണ്ട്. ഇനി മുംതാസ്, ഈ ചാനലിലെ എല്ലാ വീഡിയോസും ഞാൻ കാണും, ഇന്നാണ് ഈ ചാനൽ എൻ്റെ മുമ്പിലേക്ക് എത്തിയത്, താങ്ക്സ് കേട്ടോ. ശരിയാ, ഇങ്ങനെയാണ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഒരു കൃഷിൻ്റെ വീഡിയോ കാണുക. അപ്പം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഇനി മുതൽ ഞാൻ എന്നും കാണും, പഴയതെല്ലാം കാണുകയും ചെയ്യും, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. പിന്നെ സുബൈദ TP, വീഡിയോസ് എന്നും കാണാറുണ്ട്, താങ്ക്സ് കേട്ടോ. നീ ഖദീജ വേങ്ങര, എന്നും കാണാറുണ്ട്, കാണാതെ ഉറങ്ങില്ല എന്ന്, ഒരുപാട് താങ്ക്സ്. പിന്നെ ലെസ്ലി ജേക്കബ്, ഓസ്ട്രേലിയയിൽ നിന്നാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണാറ്, പക്ഷെ ഇപ്പം മോളെടുത്ത് വന്നിട്ടുണ്ട് ഇല്ലേ. അവൾ ഓസ്ട്രേലിയയിൽ കരിയിലൊന്നും ഉണ്ടാവൂരേക്കും, ഒന്നും അറിയില്ല, പേര് കേട്ടിട്ടേ ഉള്ളൂ. എല്ലാ രാജ്യത്തിൻ്റെ എവിടെയും പോയിട്ടില്ല, കോഴിക്കോട് വയനാട് അത്രയേ ഉള്ളൂ എൻ്റെ യാത്ര. അപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ കഴിഞ്ഞല്ലോ, ഭാഗ്യവതി. അപ്പോൾ മോളടുത്ത് വന്നതാണ്, ഇപ്പം കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഇനി കൊച്ചൂസ്, രാവിലെ എഴുന്നേറ്റാൽ എന്തെങ്കിലും നട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല, എന്നെപ്പോലെ അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ സമാധാനക്കേടിലാക്കിയിട്ടുണ്ട് കൃഷിയിൽ ഇറങ്ങിയിട്ട്. പക്ഷേ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇബാദത്താണ്, ഒരു സംസ്കാരമാണ്, പിന്നെ നമുക്ക് ഒരു ഉന്മേഷമാണ്. രാവിലെ തന്നെ നമ്മൾ കൃഷിയിലോട്ട് ഇങ്ങനെ ഓരോന്ന് ഒരു തളിര് വന്ന് കണ്ടാൽ മതിയല്ലോ, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കൂലേ. വലിയ സംഭവങ്ങളൊന്നും നമുക്ക് നടക്കണം എന്നില്ല ഹാപ്പി ആവാൻ. ഒരു തളിര് വരുന്നത്, ഒരു മൊട്ടുണ്ടാവുന്നത്, ഒരു പൂ വിരിയുന്നതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ്. പിന്നെ വിളവെടുപ്പ് കാണുന്നത് എത്രയോ ഭയങ്കര രസമാണ് എല്ലാവർക്കും, എനിക്കും അത് തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ചെടിയിൽ ഇങ്ങനെ ഓരോ പച്ചമുളക് അങ്ങനെ പിന്നെ ഓരോ വിളവ് ഇങ്ങനെ കാണുമ്പോൾ, ഈ തക്കാളിയൊക്കെ കാണുമ്പോൾ എനിക്ക് വിളവെടുക്കാൻ എന്തോ ഒരു വിഷമം, ആ ചെടിമേ തന്നെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ? അപ്പം ഞാൻ കുറേ ആൾക്കാരുടെ വായിച്ചു, ഇനിയും വായിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ വായിക്കണമെങ്കിൽ നിങ്ങൾ മലയാളം ശരിക്കും ഞാൻ ഇന്ന ആളാണെന്ന് എഴുതണം കേട്ടോ. അങ്ങനെ കുറേ പേര് എഴുതിയിട്ടാണ് ഞാൻ ശരിക്കും അവരെ പേര് എടുത്തു പറഞ്ഞത്. കാരണം ഇംഗ്ലീഷിൽ എന്തെല്ലോ ആക്കി എഴുതുന്നത്, ഇതിൻ്റെ ഐഡിയ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ ഞാൻ ശരിക്കും നിങ്ങളെ വായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നതിൽ ഒരുപാട് ഹാപ്പിയായി, ഞാൻ സന്തോഷമായി. ഇനിയും ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരും കേട്ടോ. എഴുതിയെടുത്ത കമൻറ്റൊക്കെ ഒരുവിധമൊക്കെ വായിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ എഴുതിയാൽ മതി. ആ സംശയം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ. ഞാൻ ലൈവൊന്നും ചെയ്യാൻ എനിക്കറിഞ്ഞൂടാ, എനിക്ക് സമയവും ഇല്ല.
അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു, പിന്നെ വീഡിയോ കമൻറ്റ് കാണുന്നു, അതിൻ്റെ മറുപടി അതിൽ ലവ് ചിഹ്നമൊക്കെ അങ്ങ് ഇടുകയെന്നേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളെടുത്ത് നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ച് തരാമല്ലോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരതും പറയുക. പിന്നെ എഴുതുമ്പോൾ മലയാളത്തിൽ ശരിക്കും എഴുതുക, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എന്തൊക്കെയോ ആയി വായിച്ചു പോവുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.